സീതാറാം യെച്ചൂരിക്ക് വിട ചൊല്ലുകയാണ് രാജ്യം. യെച്ചൂരിയുടെ മൃതദേഹം ദില്ലി എയിംസിലേക്ക് എത്തുകയാണ്. ആർ ശ്രീജിത്തും നോബൽ മാരിക്കാരനുമാണ് നമുക്കൊപ്പമുള്ളത്. ആർ ശ്രീജിത്ത്, AKG ഭവൻ മുതൽ 14 അശോക റോഡ് വരെയുള്ള വിലാപയാത്രയ്ക്ക് ശേഷം മൃതദേഹം എയിംസിൽ എത്തിച്ചോ? ആരൊക്കെയാണ് ഇപ്പോൾ അനുഗമിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭവൻ മുതൽ അശോക് 14 വരെയുള്ള വിലാപയാത്രയ്ക്ക് ശേഷം സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ എയിംസിലേക്ക് പോയിരിക്കുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, വിജയരാഘവൻ തുടങ്ങിയ നേതാക്കളാണ് മൃതദേഹത്തെ അനുഗമിച്ച് ഈ എയിംസിലേക്ക് പോയിരുന്നത്. അവിടെ 5 മണിക്ക് മുമ്പ് എയിംസിലെ അനാട്ടമി വിഭാഗത്തിന് മൃതദേഹം കൈമാറണമെന്നാണ് നിർദ്ദേശം. അത് പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 20 മിനിറ്റിനുള്ളിൽ എയിംസിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും 4:45ഓടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം എയിംസിന് കൈമാറും. പഠനാവശ്യങ്ങൾക്കായി തന്നെ മൃതദേഹം കൈമാറണം എന്നത് യെച്ചൂരിയുടെ അന്ത്യാഭിലാഷം ആയിരുന്നു. അത് പാലിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ എയിംസിന് കൈമാറുന്നത്. നേരത്തെ 2021 യെച്ചൂരിയുടെ മാതാവ് കൽപ്പക യെച്ചൂരി മരിച്ചപ്പോഴും അവരുടെയും മൃതശരീരം ഇത്തരത്തിൽ എയിംസിന് പഠനാവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. അതേ വഴിയിലേക്കാണ് യെച്ചൂരിയുടെയും ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മൃതദേഹം ഇപ്പോൾ എയിംസിന് കൈമാറിയിരിക്കുന്നത്. എന്തായാലും 4:45ഓടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, വിജയരാഘവൻ തുടങ്ങിയ നേതാക്കളാണ്, തപൻസൻ തുടങ്ങിയ നേതാക്കളാണ് ഇപ്പോൾ മൃതദേഹത്തോടൊപ്പം എയിംസിലേക്ക് പോയിരിക്കുന്നത്. നോബൽ മാരിക്കാരന് നമുക്കൊപ്പമുണ്ട്. ആർ ശ്രീജിത്താണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. നോബൽ